ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വരുന്ന PSC പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന 2024 കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, PSLVയുടെ 60ാമത് ദൗത്യമായ PSLV C-58 വിക്ഷേപിച്ചത് എന്നാണ്? PSLVയുടെ 60ാമത് ദൗത്യമായ PSLV C-58 വിക്ഷേപിച്ചത് എന്നാണ് 2024 ജനുവരി 1. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, PSLVയുടെ 60ാമത് ദൗത്യമാണേത്? PSLV C-58 വിക്ഷേപിച്ചതെന്നാണ്? 2024 ജനുവരി 1. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ റെയിൽവേ ആരംഭിച്ച സംവിധാനമാണ് കവച്. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ റെയിൽവേ ആരംഭിച്ച സംവിധാനമാണ് കവച്. വൈ ഭാരത് മേറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? എസ് ജയശങ്കർ. വൈ ഭാരത് മേറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് എസ് ജയശങ്കർ. 62ാമത് സ്കൂൾ കലോത്സവത്തിന് കിരീടം സ്വന്തമാക്കിയതാരാണ്? കണ്ണൂർ. 62ാമത് സ്കൂൾ കലോത്സവത്തിന് കിരീടം സ്വന്തമാക്കിയത് കണ്ണൂർ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, 62ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? വേദി കൊല്ലത്താണ് വേദി. കിരീടം സ്വന്തമാക്കിയതാരാണ്? കണ്ണൂർ. 2024 ഹരിവരാസന പുരസ്കാര ജേതാവാണ് PK വീരമണി ദാസും. ഇപ്പോൾ 2024 ഹരിവരാസന പുരസ്കാര ജേതാവാണ് PK വീരമണി ദാസൻ. അപ്പോൾ ഇത്രയും ഒന്നുകൂടെ നോക്കാം. PSLVയുടെ 60ാമത് ദൗത്യമായ PSLV C-58 വിക്ഷേപിച്ചതെന്നാണ്? 2024 ജനുവരി 1. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ റെയിൽവേ ആരംഭിച്ച സംവിധാനമാണ് കവച്. വൈ ഭാരത് മേറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് എസ് ജയശങ്കർ. 62ാമത് സ്കൂൾ കലോത്സവത്തിന് കിരീടം സ്വന്തമാക്കിയതാരാണ്? കണ്ണൂർ. വേദി എവിടെയായിരുന്നു? വേദി കൊല്ലം. 2024 ഹരിവരാസന പുരസ്കാര ജേതാവാണ് PK വീരമണി ദാസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്ന നഗരം? ബാംഗ്ലൂർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്ന നഗരമാണ് ബാംഗ്ലൂർ. സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി മുദ്ര യോജന? സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. 2024 ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വീശിയ രാജ്യമാണ് ബ്രിട്ടൻ. 2024 ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വീശിയ രാജ്യമാണ് ബ്രിട്ടൻ. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, 2024 ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയ ചുഴലിക്കാറ്റ് ഏത്? ആൻസർ ഏതാണ്? ഇഷ ചുഴലിക്കാറ്റ്. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യമാണ് അമേരിക്ക. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? അമേരിക്ക. 36ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്? കാസർഗോഡ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി കാസർഗോഡ്. അപ്പോൾ എത്രയും ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ നിലവിൽ വന്ന നഗരമാണ് ബാംഗ്ലൂർ. സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനായുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. 2024 ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വീശിയ രാജ്യമാണ് ബ്രിട്ടൻ. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതക വധശിക്ഷ നടപ്പിലാക്കിയ രാജ്യമാണ് അമേരിക്ക. 36ാമത് കേരള സയൻസ് കോൺഗ്രസിൻ്റെ വേദി എവിടെയാണ്? കാസർഗോഡ്. അടുത്ത ചോദ്യം, UAEയുടെ യുവജനകാര്യമന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നെയാദി. അപ്പോൾ ആരാണ് സുൽത്താൻ അൽ നെയാദി? UAEയുടെ യുവജനകാര്യമന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നെയാദി. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് PN ഗോപികൃഷ്ണൻ. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അല്ലെങ്കിൽ 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് PN ഗോപികൃഷ്ണൻ. അത് ഓർത്തു വയ്ക്കാനായിട്ട് ഇപ്പോൾ ഓടക്കുഴലൊക്കെ വായിക്കുന്നത് ആരാണ്? കൃഷ്ണനല്ലേ. അപ്പോൾ 2023 അല്ലെങ്കിൽ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? PN ഗോപികൃഷ്ണൻ. 2024 ജനുവരിയിൽ ഏത് മിസൈലിൻ്റെ പുതിയ പതിപ്പാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്? ഏതാണ്? ആകാശ്. അപ്പോൾ 2024 ജനുവരിയിൽ ഏത് മിസൈലിൻ്റെ പുതിയ പതിപ്പാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്? ആകാശ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിതയാണ് ശ്വേത കെ സുഗതൻ.
2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിതയാണ് ആര്? ശ്വേത കെ സുഗതൻ. മോഹൻലാൽ അഭിനയത്തിൻ്റെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? MK സാനു. അപ്പോൾ മോഹൻലാൽ അഭിനയത്തിൻ്റെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചത് MK സാനു. അപ്പോൾ ഇത്രയും ഒന്നുകൂടെ നോക്കാം. UAEയുടെ യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നെയ്യാദി. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് PN ഗോപികൃഷ്ണൻ. 2024 ജനുവരിയിൽ ഏത് മിസൈലിൻ്റെ പുതിയ പതിപ്പാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്? ആകാശ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിതയാണ് ശ്വേത കെ സുഗതൻ. മോഹൻലാൽ അഭിനയത്തിൻ്റെ ഇതിഹാസം എന്ന പുസ്തകം രചിച്ചതാരാണ്? MK സാനു. 2023 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ലയണൽ മെസ്സി. 2023 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് ലയണൽ മെസ്സി. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് എവിടെ? സ്വിറ്റ്സർലാൻഡിലെ ദാവോസ്. ഇപ്പം ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് സ്വിറ്റ്സർലാൻഡിലെ ദാവോസ്. 2024 ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇക്വഡോർ. അതിപ്പോൾ ഓർത്തിരിക്കാനായിട്ട് ഇപ്പം നമ്മുടെ ആഭ്യന്തര സംഘർഷമൊക്കെ നടക്കുമ്പോഴത്തേക്കും ആരും കയറി വരാതെ ഇരിക്കാനായിട്ട് എന്ത് ചെയ്യും? ഡോർ അടയ്ക്കും. അപ്പം 2024 ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇക്വഡോർ. ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ഗംഗ. അപ്പം ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ഗംഗ. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ ഇത്രയും ഒന്നുകൂടെ നോക്കാം. 2023 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ലയണൽ മെസ്സി. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എവിടെയാണ്? ദാവോസ്, സ്വിറ്റ്സർലാൻഡ്. 2024 ജനുവരിയിൽ ആഭ്യന്തര സംഘർഷം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇക്വഡോർ. ഇന്ത്യൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ഗംഗ. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.